എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് ജൂലൈ 29 ചൊവ്വാഴ്ച. മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ സെഷൻ പോസിറ്റീവ് ടെറിട്ടറിയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വിവിധ സെക്ടറുകളിൽ നിന്നുള്ള ബൈയിങ് പ്രഷറിൻ്റെ ഭാഗമായി BSE സെൻസെക്സ് 446 പോയിന്റ് ഉയർന്ന് 81,337 ക്ലോസ് ചെയ്തു. അതുപോലെ നിഫ്റ്റി 140 പോയിന്റ് ഉയർന്ന് 24,821 ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇന്ന് ഓപ്പൺ ചെയ്ത്, അതായത് 24,610 ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്തത്. അതിനുശേഷം അല്പം താഴേക്ക് വന്ന് 24,599 അല്ലെങ്കിൽ 4,598.60 അവിടെ വന്ന് പിന്നീട് ഒരു ബൗൺസ് ബാക്ക്. ആ ക്യാൻഡിൽ 15 മിനിറ്റ്സ് ക്യാൻഡിൽ ഒരു ബൗൺസ് ബാക്കാണ് കണ്ടത്. 24,712 വരെ പോയി, വീണ്ടും താഴത്തേക്ക് വന്നു. പക്ഷേ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഇൻട്രാഡേ ലോവിലേക്ക് വന്നില്ല. അവിടുന്ന് ഒരു റിക്കവറി മോഡാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മൂവിങ് ആവറേജായ 100 ഡേയിലെ EMAയുടെ ഒരു മേജർ സപ്പോർട്ട് റെസ്പെക്റ്റ് ചെയ്തു എന്ന് വേണം പറയാനായിട്ട്. തുടർന്ന് അല്പാൽപമായി ക്രമേണ ഒരു റിക്കവറി മോഡിലേക്ക് വരികയാണ് ഉണ്ടായത്. തൽഫലമായി അത് ഇന്നത്തെ ഇൻട്രാഡേ ഹൈ ക്രിയേറ്റ് ചെയ്ത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. 24,847 എന്നുള്ള ഇൻട്രാഡേ ഹൈ ക്രിയേറ്റ് ചെയ്ത് 24,821 ക്ലോസ് ചെയ്തു. എല്ലാ പ്രധാന സെക്ടറുകളും ഇന്ന് റിക്കവറി മോഡിലായിരുന്നു. റിയാലിറ്റി, ഫാർമ, എനർജി എന്നിവ മികച്ച നേട്ടക്കാരായി ഇന്ന് മുകളിലേക്ക് വന്നു. നിഫ്റ്റിയുടെ റിക്കവറിക്ക് കാരണമായത് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിലെ ഓവർസോൾഡ് പൊസിഷനുകളും 100 ഡേയിലെ EMAയിലെ ഒരു സ്ട്രോങ് സപ്പോർട്ടിൻ്റെ സാന്നിധ്യവുമാണ്. എന്നിരുന്നാലും ഇന്നത്തെ ഒരു ദിവസത്തെ ബൗൺസ് ബാക്ക് കണ്ടുകൊണ്ട് കണ്ണടച്ച് മാർക്കറ്റിലേക്ക് ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. കാരണം 25,000, 25,100 എന്നിങ്ങനെ റെസിസ്റ്റൻറ്റ് സോണാണ് അടുത്തതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, വരാനിരിക്കുന്ന ഡെറിവേറ്റീവുകളുടെ എക്സ്പയറിയും അതുപോലെ ആഗോള സംഭവവികാസങ്ങളും നമ്മുടെ മാർക്കറ്റിനെ കുറച്ച് ഒരു സൈഡ് വേക്ക് കാരണമാക്കും. ഹെൽത്ത്, റിയാലിറ്റി, അതുപോലെ ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ സെക്ടറുകളിലെ മികച്ച പ്രകടനമാണ് ഇന്ന് നിഫ്റ്റിക്ക് മുന്നേറ്റത്തിന് കാരണമായത് എന്ന് പറയാം. ഇവ 1% ഇന്ന് പോസിറ്റീവിലാണ്. അതുപോലെ ഓട്ടോ, മെറ്റൽ, എനർജി തുടങ്ങി മറ്റ് പ്രധാന എല്ലാ സെക്ടറുകളും ഏകദേശം 0.7% മുതൽ 1% വരെ പോസിറ്റീവിന് കാരണമായിട്ടുണ്ട്. ട്രേഡിംഗ് ഡീലിനെ കുറിച്ചും അതുപോലെ FISന്റെ ഫ്ലോവും ഈ ടെൻഷനുകളൊക്കെ ഉണ്ടായിട്ടും സെക്ടർ ബേസിൽ ഒരു സ്ട്രോങ് ബൈയിങ് സെൻറ്റിമെൻറ്റ്സ് ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് 140 പോയിന്റോളം നിഫ്റ്റി ഉയരാനുള്ള പ്രധാന കാരണം. മറ്റൊന്ന്, ഇന്ത്യ US ട്രേഡിംഗ് ഡീലുകൾ സ്ട്രക്കായതും അതുപോലെ തന്നെ മിക്സഡ് ക്വാർട്ടർലി ഏർണിങ്സ് റിപ്പോർട്ട് മൂലമുണ്ടാകുന്ന ഈ അടുത്ത കാലത്തെ ഇടിവിന് ശേഷം മാർക്കറ്റ് ഒരു പ്രതിരോധ ശേഷി കാണിക്കുകയാണ്. റിലയൻസ് ഇൻഡസ്ട്രീസ്, ലാർസൻ ആൻഡ് ട്യൂബ്രോ, ഏഷ്യൻ പെയിൻറ്റ്സ്, ടാറ്റ മോട്ടോഴ്സ്, അദാനി പോർട്സ് എന്നിവരുടെ നേതൃത്വത്തിൽ സെൻസെക്സിലെ 30 സ്റ്റോക്കുകളിൽ 20 എണ്ണവും ഇന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. BSEയിൽ ട്രേഡിംഗ് നടന്ന 4,154 സ്റ്റോക്കുകളിൽ 2,492 എണ്ണം ഇന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബ്രോഡർ മാർക്കറ്റിലേക്ക് വരുമ്പോഴും ഇന്ന് പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ്. നിഫ്റ്റി മിഡ് ക്യാപ്പ്, നിഫ്റ്റി സ്മോൾ ക്യാപ്പ് എന്നിവ 1% പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈനിന് സപ്പോർട്ട് എടുത്തതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതേസമയം ഇവിടെ നിന്നും നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് 25,100 എന്നുള്ള ഒരു റെസിസ്റ്റൻസ് കീപ്പ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഏതായിരുന്നാലും 24,500, 24,600 എന്നീ റേഞ്ച് ഒരു സ്ട്രോങ് സപ്പോർട്ട് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്നും പൂർണ്ണമായും ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയായിരുന്നു. പക്ഷേ 24,600 തന്നെ ബൗൺസ് ബാക്ക് നടത്തി എന്നുള്ളതാണ് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ കഴിയുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ്, അതായത് FISന്റെ ഭാഗത്തുനിന്ന് ഏത് തരത്തിലുള്ള നീക്കമാണ് ഇന്ന് നടന്നത് എന്നുള്ളത് നമുക്ക് നാളെ അറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഷോർട്ട് കവറിങ്ങിലേക്ക് വരുന്ന പക്ഷം നമുക്ക് മാർക്കറ്റ് ഏതായിരുന്നാലും 25,200, 250 റേഞ്ചിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. 25,100 എന്നുള്ള റെസിസ്റ്റൻസിനെ ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നോക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസ് ആയിട്ട് 24,710 പറഞ്ഞിരുന്നത്. നോക്കൂ, ഇന്ന് 29-ാം തീയതി
ഇവിടെയാണ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 120 പോയിന്റിൻ്റെ റാലിയാണ് ഇന്ന് നിഫ്റ്റിയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രണ്ട് ഭാഗവും ഇന്ന് ടച്ച് ചെയ്തിട്ടില്ല. സപ്പോർട്ട് 55,880 റെസിസ്റ്റൻസ് 56,370 ആയിരുന്നു. അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊന്നൊരു ഓപ്പർച്യൂണിറ്റി ലഭിച്ചിട്ടില്ല. എന്നാൽ സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിഫ്റ്റിയുടെ സെയിം മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നമുക്ക് എൻട്രി ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ 370 പോയിന്റിൻ്റെ റാലി സെൻസെക്സിൽ ലഭിച്ചിട്ടുണ്ട്. നിഫ്റ്റിയിലും സെൻസെക്സിലും നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ നമുക്ക് റെസിസ്റ്റൻസ് സോണായിട്ട് 81,550 റെസിസ്റ്റൻസും അതുപോലെ സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇതാണ് 80,830. സെൻസെക്സിൽ ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് 56,600 56,600 എത്തിയിട്ട് ബൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതേസമയം സപ്പോർട്ടായിട്ട് നമുക്ക് അല്പം മുകളിലേക്ക് വയ്ക്കാവുന്നതാണ് 56,020. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ റെസിസ്റ്റൻസ് ആയിട്ട് 24,880 സപ്പോർട്ട് നമുക്ക് 24,730. നിഫ്റ്റിയിൽ ഇങ്ങനെയും വാച്ച് ചെയ്യാം. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് നാളെ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. കൃത്യമായ സമയത്ത് എൻട്രി എടുക്കാൻ ശ്രമിക്കുക. സ്റ്റോപ്പ് ലോസ് വളരെ വ്യക്തതയോടുകൂടി വയ്ക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.